നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തിപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ 3 ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് തിങ്കളാഴ്ച രാത്രി 11:30 വരെ 9 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരുമ്പിലാവ് ആൽത്തറയിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് സൈക്കിൾ യാത്രക്കാരന് പരിക്കേറ്റു. ആൽത്തറ അയ്യപ്പൻകാവ് കൊഴുത്തുപറമ്പിൽ 67 വയസ്സുള്ള മോഹനാണ് പരിക്കേറ്റത്. ഇയാളെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതോടെ സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യത്തിന് കൂടുതൽ പ്രതീക്ഷയേറുകയാണ്. 1984 ശേഷം കേരളം വീണ്ടും വളരുമോ? ഭരണസൗകര്യത്തിനായി 3 പുതിയ ജില്ലകൾ എന്നതാണ് കാലങ്ങളായുള്ള ആവശ്യം. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകളെ വിഭജിച്ച് നെയ്യാറ്റിൻകര, മൂവാറ്റുപുഴ, തിരൂർ എന്നിങ്ങനെയാണ് ചർച്ച. പുതിയ ജില്ലാ, താലൂക്കുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ സമിതി ഉണ്ടാകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടുപുറകെയാണ് അതിർത്തി പുനർനിർണ്ണയിക്കാൻ കമ്മീഷൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മൂവാറ്റുപുഴ ജില്ലയാക്കുന്ന കാര്യവും സജീവ ചർച്ചയിലെന്ന് ഓണാഘോഷ പരിപാടിക്ക് മൂവാറ്റുപുഴയിലെത്തിയ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ എന്ന പ്രഖ്യാപനം വന്നതോടെ പ്രതീക്ഷയിലാണ് മൂവാറ്റുപുഴയും തിരൂരും നെയ്യാറ്റിൻകരയുമൊക്കെ. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായ മൂവാറ്റുപുഴയെ കോതമംഗലം, മൂവാറ്റുപുഴ താലൂക്കുകൾ, കുന്നത്തുനാടിന്റെ ഒരു ഭാഗം എന്നിവ ചേർത്ത് ജില്ലയാക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യമാണ്. കിഴക്കൻ മേഖലയിൽ വികസനം, ഭരണപരമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കണ്ടാണിശ്ശേരിയുടെ ഓണക്കാലം തായംകളിയുടെ ആവേശക്കാലം കൂടിയാണ്. തലമുറകളായി കൈമാറിയ തായംകളി ലഹരിയായി സിരകളിൽ പടരുന്ന ഓണക്കാല രാവുകളാണ് കണ്ടാണിശ്ശേരി ഗ്രാമത്തിന്റേത്. തട്ടകത്തിന്റെ പെരുമ എഴുതി ആസ്വാദകമനം കവർന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ കോവിലന്റെ സ്വന്തം ഗ്രാമമായ കണ്ടാണിശ്ശേരിയിൽ ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിലാണ് തായംകളി മത്സരം സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ തന്നെ തായംകളി മത്സരം നടക്കുന്ന പ്രധാന കേന്ദ്രമാണ് കണ്ടാണിശ്ശേരി. പ്രത്യേകം തയ്യാറാക്കിയ കളത്തിൽ 2 പേരടങ്ങുന്ന 2 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 5 കവടികൾ, 1 കളം, 10 കരുക്കൾ. കവടികൾ ചുഴറ്റിയെറിഞ്ഞ് മലർന്നു വീഴുന്നതനുസരിച്ചുള്ള അക്കങ്ങളാണ് കളങ്ങളിലുള്ള കള്ളികൾ വഴി മത്സരത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിനിടെ എതിരാളി കരുവെട്ടുന്നതും എതിരാളിയുടെ കരുവെട്ടുന്നതും കളിക്കാരുടെ കമന്റുകളും ശരീരഭാഷയും കാണികളെയും കളിയാവേശത്തിന്റെ നെറുകയിലെത്തിക്കും. കളിക്കാനെത്തുന്നവർക്ക് പ്രായഭേദമില്ല. പഴയ തലമുറയിലുള്ളവരും കൊച്ചുമക്കളുടെ പ്രായമുള്ള ജൻസികളും ഒരേ ആവേശത്തോടെയാണ് കവടി ചുഴറ്റിയെറിയുന്നത്. ചുഴറ്റിയെറിയുന്ന കവടികളിൽ എണ്ണം പറഞ്ഞ് അക്കം വീഴ്ത്തുന്ന പുപ്പുലികളും കളിക്കാരുടെ കൂട്ടത്തിലുണ്ട്. കൈപ്പതിയിൽ കവടികൾ ചേർത്തുവെച്ച് ചുഴറ്റിയെറിയുന്നതിലും ആവശ്യമായ എണ്ണം കൃത്യമായി വീഴ്ത്തുന്നതിലും കളിക്കാർ പുലർത്തുന്ന കഴിവ് നിസ്സാരമായി കാണാവുന്നതല്ല. 18 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ വർഷത്തെ മത്സരത്തിന്റെ കലാശപ്പോര് ഉത്രാടദിനത്തിൽ രാത്രിയിൽ നടക്കും. ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിനൊപ്പം തായംകളിയുടെ ആവേശം കൂടി ഒത്തുചേരുമ്പോഴേ കണ്ടാണിശ്ശേരിക്കാരുടെ ഓണാഘോഷം പൂർണ്ണമാകും. ഓണവിപണിയിൽ പൊള്ളി നേന്ത്രക്കായ വില. 80-ന് മുകളിലാണ് കിലോഗ്രാമിന് വില. നാടൻ നേന്ത്രക്കായയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. സംസ്ഥാനത്ത് ഓണത്തിന് 1 ദിവസം മാത്രം ബാക്കി നിൽക്കെ നേന്ത്രക്കായ വിലയിൽ ഗണ്യമായ വർധന. കഴിഞ്ഞ വർഷം 45 മുതൽ 50 രൂപ വരെയായിരുന്നു അന്യസംസ്ഥാനത്തു നിന്നുള്ള വരവ് നേന്ത്രക്കായയുടെ വില. ഇത്തവണ കിലോഗ്രാമിന് 70 മുതൽ 75 രൂപ വരെയാണ് കൃഷിക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില. 1 മാസം മുമ്പ് വരെ 45 രൂപ വരെയാണ് ലഭിച്ചിരുന്നത്. ഇതോടെ പൊതുവിപണിയിൽ പഴത്തിന്റെ വില 80-ന് മുകളിലാണ്. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലവർധനയ്ക്ക് കാരണമായി പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വയനാട്ടിൽ നിന്ന് വേണ്ടത്ര നേന്ത്രക്കുലകൾ ലഭിക്കുന്നില്ല. ഇതോടൊപ്പം തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരവ് കുറഞ്ഞതും വില വർദ്ധിക്കാൻ കാരണമായി. സീസണിൽ കർഷകർക്ക് വേണ്ടത്ര വില ലഭിക്കാതെ വന്നതോടെ വലിയൊരു വിഭാഗം കർഷകർ നേന്ത്രവാഴ കൃഷി ഉപേക്ഷിച്ചതും തിരിച്ചടിയായി.
ഓണം അടുത്തെത്തി നിൽക്കുമ്പോൾ ഞാലി ഉൾപ്പെടെയുള്ള ചെറുകായ്ക്കും ഭേദപ്പെട്ട വിലയാണ് ലഭിക്കുന്നത്. ഞാലിക്ക് കിലോഗ്രാമിന് 80 രൂപയ്ക്ക് മുകളിലാണ് വില. എന്നാൽ ഇവയുടെ ഉൽപാദനത്തിലും വലിയ തോതിലുള്ള ഇടിവുണ്ട്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് ചെറുപഴം. നാടൻ നേന്ത്രക്കായ തിങ്കളാഴ്ച 130 രൂപയായി. ഇനിയുള്ള 2 ദിവസം വില കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം ഓണം കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. പെരുവണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഓണക്കൊടിയും വിതരണം ചെയ്തു. വാർഡ് മെമ്പർ K. ബാലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരൻകുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. 17-ാം വാർഡ് മെമ്പർ നൌഷാദ് നന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത് സ്വാഗതവും പ്രസിഡന്റ് KK സുരേഷ് നന്ദിയും പറഞ്ഞു. ക്ലബ്ബ് അംഗങ്ങളായ K. ജയൻ, ഉണ്ണികൃഷ്ണൻ, സുകുമാരൻ, രതീഷ്, സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയും കുന്നംകുളം റോയൽ ദയ ആശുപത്രിയും സംയുക്തമായി പ്രാഥമിക ജീവൻ രക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട പരിശീലനം സംഘടിപ്പിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ പകച്ചു നിൽക്കാതെ സംയോജിതമായ പ്രാഥമിക ജീവൻ രക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശീലനം. കുഴഞ്ഞുവീഴൽ, ഹൃദയാഘാതം തുടങ്ങിയ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യങ്ങൾക്കൊപ്പം തൊണ്ടയിൽ ഭക്ഷണമോ മറ്റു വസ്തുക്കളോ കുടുങ്ങുക, പാമ്പുകടി തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികളും പരിശീലനത്തിന്റെ ഭാഗമായി പരിചയപ്പെടുത്തി. പഴഞ്ഞി GVHSSൽ ത്രിദിന SPC ഓണം ക്യാമ്പിന് തുടക്കമായി. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 88 കാഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 21, 23, 24 തീയതികളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാലിന്യ സംസ്കരണം, പഴയ സാമഗ്രികളിൽ നിന്നുള്ള പുനരുപയോഗ പ്രവർത്തനങ്ങൾ, വ്യക്തിത്വ വികസനം, പ്രഥമ ശുശ്രൂഷ തുടങ്ങി വിവിധ സെഷനുകൾ ക്യാമ്പിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുന്നംകുളം SI ലോഫി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി സ്കൂൾ PTA പ്രസിഡന്റ് അലി കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, അധ്യാപകരായ അബൂബക്കർ, സൽമ എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അബ്സ, അബ്ദുൾ, സുജേഷ് എന്നിവർ നേതൃത്വം നൽകി. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം 2-ാം വാർഡിലെ VBG റാംജി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വാർഡ് മെമ്പർ ചന്ദ്രാവതിക്ക് ലഭിച്ച ഹോണറേറിയം ഉപയോഗിച്ച് ഓണക്കോടി നൽകി. മുൻ പഞ്ചായത്ത് മെമ്പറും കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ആസൂത്രണ സമിതി അംഗവുമായ മണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാർത്തിക ചന്ദ്രൻ, പ്രീജ പ്രേമൻ, സുനിത രാജൻ, കാർത്തിയായിനി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ഒരുക്കിയ ഡിജിറ്റൽ പൂക്കളം കുട്ടികൾക്കും അധ്യാപകർക്കും കൗതുകമായി. ചിങ്ങപ്പുലരിയുടെ ഗൃഹാതുരതയിൽ വിരിയുന്ന പൂക്കളങ്ങൾക്കിടയിൽ സാങ്കേതികവിദ്യയുടെ പുതുമയായി മാറി പൂക്കളം. ആർഡിനോ, ബ്രെഡ്ബോർഡ്, സെർവോ മോട്ടോർ തുടങ്ങിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ മുഹമ്മദ് യാസീന്റെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ പൂക്കളം ഒരുക്കിയത്. പൂക്കളത്തിന് വർണ്ണവും ഭംഗിയും നൽകിയത് 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ കൃഷ്ണതീർത്ഥ, അനൂപ്, ദീപിക, നിയ ഇഷാനി എന്നിവരാണ്. പൂക്കളം ഒരുക്കിയ വിദ്യാർത്ഥികളെ പ്രധാന അധ്യാപിക ഷീന P. ശങ്കർ, PTA പ്രസിഡന്റ് ഷാജി ബിൻ ഹൈദർ എന്നിവർ അഭിനന്ദിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,030 രൂപ, പവന് 1,20,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.